ഹലോ ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓൾറെഡി നിങ്ങൾ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ്. ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് എത്ര വയസ്സ് വേണം, അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് PSCക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുമോ തുടങ്ങിയ ഒരുപാട് ഡൗട്ടുകളാണ്. ഒരുപാട് നമ്മളുടെ വീഡിയോസിൻ്റെയും ഇൻഡിവിജ്വലായിട്ടും ഫോം ഫില്ലിങ്ങും അല്ലാതെയൊക്കെ നമുക്ക് വരുന്നത് ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയോട് കൂടിയിട്ട് നിങ്ങളുടെ ആ ഒരു സംശയം നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം ദൂരീകരിച്ച് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ അതിന് മുൻപ് തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോങ് ടേം ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. 3000 രൂപയാണ് നമ്മളുടെ കോഴ്സിൻ്റെ ഫീസ് വരുന്നത്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് AZB അക്കാഡമി എന്നൊന്ന് സെർച്ച് ചെയ്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഫോൺ നമ്പർ വെച്ച് OTP ലോഗിൻ ചെയ്ത് നമ്മളുടെ സ്റ്റോറിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ കോഴ്സിലൊന്ന് ക്ലിക്ക് ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പർച്ചേസ് ചെയ്ത ശേഷം ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഡീറ്റെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെൻറ്ററിനെ നമ്മൾ അലോട്ട് ചെയ്ത് തരുന്നതാണ്. വെൽ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒരുപാട് ക്ലാസ്സുകൾ നൽകി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പഠിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും ഷോർട്ടായിട്ട് എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ വെക്കുന്നത്. ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, സബ്ജക്റ്റ് എക്സ്പേർട്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്ലാസ്സുകൾ നൽകുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി, ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കുന്ന ആ ഒരു ഗൂഗിൾ ഫോമിൽ ഒന്ന് എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, PSC പരീക്ഷയുടെ പ്രായപരിധി ജനറൽ കാറ്റഗറിക്ക് 36ഉം OBCക്ക് 39ഉമാണെന്നുള്ളത്. പിന്നെ ഡൗട്ട് വരുന്നത് ഇന്ന വർഷം ജനിച്ച ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്തിരിക്കുന്നത് ഈ വർഷം വന്ന ഡിഗ്രിയുടെ ഒരു നോട്ടിഫിക്കേഷനാണ്. അതായത് 2025 വന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമുക്കറിയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയുടെ കാലാവധി 2027 കൂടിയിട്ട് എന്ത് ചെയ്യണം, പുതിയ ലിസ്റ്റ് അവിടെ നിയമം അതായത് പുതിയ ലിസ്റ്റ് വരണം. അപ്പോൾ 21 നോട്ടിഫിക്കേഷൻ വന്നു. അതുപോലെ തന്നെ 2023 റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പോൾ 26 ഡിസംബർ മാസത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് വേണം, പുതിയ നോട്ടിഫിക്കേഷൻ്റെ ലിസ്റ്റ് ഡിസംബർ ജാനുവരി മാസമായിട്ട് അവിടെ വരണം. എപ്പോൾ ഈ 2025 നോട്ടിഫിക്കേഷൻ വന്ന് 2026 എക്സാം നടത്തിയെങ്കിൽ മാത്രമാണ് 2026 അവസാനമാകുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, PSCക്ക് മുന്നോട്ട് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇപ്പോൾ ഈ ഒരു വർഷം നോട്ടിഫിക്കേഷൻ വരികയാണ് എങ്കിൽ, അതായത് 2025 നിങ്ങൾക്ക് PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വിടുകയാണ് എങ്കിൽ നോക്കിക്കേ, 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ. അപ്പോൾ അതിൽ ജനറൽ കാറ്റഗറിയാണ് 36 വയസ്സ് അല്ലേ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, അതായത് ഈ വർഷം നിങ്ങൾ 1989നും 2007 അപ്പോൾ 36, അതായത് 89 ജനിച്ച വ്യക്തിക്ക് 2025 ആകുമ്പോൾ എത്ര വയസ്സാവും, 36 വയസ്സാവും. അതായത് ഈ ഡിസംബറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 36 വയസ്സാവുകയാണ് എങ്കിൽ എന്താണ്, ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് അതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ 1/1/2007 ജനുവരി മാസമാണ് പറയുന്നത്. 2007 നിങ്ങൾ ജനിച്ചാൽ നിങ്ങൾക്ക് ഈ വർഷം ആകുമ്പോൾ 18 വയസ്സാവും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജനറൽ കാറ്റഗറിയിലെ ഏജ് ലിമിറ്റ്. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ 1989 മൈനസ് OBC കാറ്റഗറിയിൽ ജനിച്ച ഒരാൾക്ക് 3 വർഷത്തെ വയസ്സിളവായിരിക്കും തരുന്നത് അല്ലേ. അപ്പം 1986 ജനിച്ച ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയ്ക്ക്, അതായത് 86 ജനിച്ചൊരു വ്യക്തി 2025 വരുമ്പോൾ എത്ര വയസ്സാകും, 39 വയസ്സാകും. നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 39 വയസ്സാണ്. അതായത് എക്സാം എഴുതുന്ന സമയത്തെ വയസ്സല്ല നോക്കുന്നത്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. അതുപോലെ തന്നെ OBC കാറ്റഗറിയിൽ ജനിച്ച ഒരു വ്യക്തി -5 ആണ് അല്ല. അപ്പോൾ എത്ര വരും, 82 വരും അല്ലേ. അപ്പോൾ അങ്ങനെ എന്താണ്, ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ 5 വർഷത്തെ OBC
5 വർഷത്തെ SC/STക്കും OBC കാറ്റഗറിയിൽ വരുന്ന ആൾക്ക് ഇതാണ്. അപ്പോൾ ഇനി ചോദിക്കും ഈ വർഷം നോട്ടിഫിക്കേഷൻ. അപ്പം നമുക്ക് പറയാൻ പറ്റും 86-നും അല്ലെ 86-നും അതുപോലെ 2007-നും ഇടയിൽ ജനിച്ച ഒരു വ്യക്തിക്ക് ഈ വർഷം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ഈ വർഷം ഏതൊരു എക്സാം വിളിച്ചോട്ടെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് തന്നെയല്ല, ഈ വർഷം PSC വിളിക്കുന്ന ഏതൊരു നോട്ടിഫിക്കേഷനിലും ഈ പ്രായത്തിനുള്ള ഇടയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വ്യക്തമായ രീതിയിലാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഏജ് ലിമിറ്റ്. ഓക്കെ, ഇനി ഇതുവരെയായിട്ടും നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ, നിങ്ങളൊരു വീട്ടമ്മയാവട്ടെ, ഒരു ജോലിക്കാരാവട്ടെ, നമ്മളുടെ പഠന ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾക്ക് വെൽ പ്ലാൻഡ് ആയിട്ട് ഡെയിലി നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് കൃത്യമായ ടൈം ടേബിൾ പ്രകാരം നമ്മൾ നൽകുന്നുണ്ട്. ഓരോ ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ്, അതുപോലെ വളരെ കൺസോളിഡേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നോട്ടുകളുമാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് AZB അക്കാഡമി നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യുക, ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പം പർച്ചേസ് ചെയ്തിരിക്കുന്നവർ ഈ നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഇട്ട് തന്നാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് മെൻറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലോട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.